എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമുള്ള സംഗതികളൊന്നുമല്ല. ഇപ്പൊ കമ്മിറ്റികളോടൊക്കെ വലിയ ബഹുമാനമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഹേമ കമ്മിറ്റിയോടുള്ള ബഹുമാനം എന്താ ഖാദർ കമ്മിറ്റിയോട് ഇല്ലാത്തത്? എനിക്ക് ഇതിനെ മനസ്സിലായില്ലത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനോടുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്. അപ്പോ അത് ഇതിനോടില്ലാത്തല്ല, ഇതിനോടുള്ള റെസ്പെക്ട് എന്താ അതിനോടില്ലാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. തെറ്റിപ്പോയി, സോറി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള ബഹുമാനം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഇല്ലാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാ റിപ്പോർട്ടിനെയും ബഹുമാനിച്ചുകൊള്ളണമെന്ന് ഇല്ലാന്നർത്ഥം. റിപ്പോർട്ട് ശരിയാണെങ്കിൽ ബഹുമാനിച്ചാൽ മതി, തന്നെയല്ല ഒരു പോളിസി. അപ്പൊ ഇത് ഒരു മാനല്ല, മാരീചനാണ്. കാണുമ്പോ സ്വർണ്ണമാനാണെന്ന് തോന്നുകയാണ്. ഇത് മാരീചൻ മാനിന്റെ വേഷം കെട്ടി വന്നതാണ്. പിന്നെ ഇതിലൊക്കെ ഒരു ഡെമോക്രാറ്റിക് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള സാധനം കാണാനുണ്ട്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഇതുമായിട്ട് കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. സതീശൻ